ഹായ് ഗൈസ്, വെൽക്കം ടു പുതിയ ദിവസം. വെള്ളിയാഴ്ച ചുമക്ക് പള്ളിക്ക് ഉസ്താദ് തെക്കുബീർ ഇട്ടുമ്പോൾ ഞാൻ ഇവിടെ ഷവർ ഓണാക്കല്. എത്ര വട്ടം എന്റെ വാപ്പിയും വെള്ളിയാഴ്ച ചുമക്ക് നേരത്തെ പോകുന്ന എനിക്ക് എത്താൻ പറ്റില്ല. എന്താ അറിയില്ല, ഇരുന്നിരുന്ന് സീറ്റൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും പള്ളിന്റെ പുറത്തെത്തിക്കണം. പള്ളിന്റെ പേരും തമ്മിൽ 100 മീറ്റർ അകൽച്ച പോലെ എന്നിട്ട് ഞാൻ ജുമക്ക് ഇരിക്കുന്ന സ്ഥലം നോക്കിയ പള്ളിക്കത്തെ കോണിമേ കഷ്ടം. ജുമ തുടങ്ങിയതും പള്ളിക്കത്തെ കറണ്ട് മൊത്തം പോയി. നേരത്തെ വന്ന എ സിയിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഇതേമാതിരി വീസി നിൽക്കേണ്ടി വരും. എന്തൊരു ചൂടടാ പുറത്തൊക്കെ. സൂര്യനൊക്കെ നമ്മളെ ഉമ്മച്ച് കൊല്ലാണ്. പുറത്തുനിന്ന് വേർത്ത് വലിച്ചു വന്നു കാറ്റ് വെള്ളച്ച് ഇരുന്നപ്പോൾ ഫാനെ സ്വിച്ച് ഓൺ ആക്കാനും മറന്ന്. പക്ഷെ കുഴപ്പമില്ല മോനെ, എന്റെ പേരിൽ ആറ്റംബർഗിന്റെ റെനേസ ഫാൻ ഉണ്ട്. ഇതാവുമ്പോ ഇരുന്നോടത്ത് നീച്ചണ്ട, റിമോട്ടിൽ നിൽക്കിയാൽ മതി, സാധനം ഓൺ ആയിക്കോളും. ഇങ്ങക്കാട് ഇരുന്ന് കാണുന്നതിന് സ്പീഡ് റിമോട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാം. എന്ത് സുഖമുള്ള കാറ്റ മോനെ. ആറ്റംബർഗൊക്കെ കൂറ്റമാരത്തെ കാറ്റ് തന്നോണ്ടിരിക്കണം. നിങ്ങളെ പേരത്തെ ഫാൻ കറണ്ട് ഊറ്റി വലിച്ചമാരെ ആറ്റംബർഗ് ഊറ്റി വലിച്ചൂല. BLDC മോട്ടറോട് കൂടിയിട്ട് 35 വാട്ട്സിൽ ഏറ്റവും കുറഞ്ഞ കറണ്ട് ചെലവിൽ ഏറ്റവും കൂറ്റം കാറ്റ് തന്നെ ഒരേ ഒരു ഫാൻ ഉള്ളത് ആറ്റംബർഗാണ്. ഈ റമദാനിൽ നോമ്പൊറ്റി വെറുതെ ചൂടത്തിരിക്കണ്ട, ആറ്റംബർഗിന്റെ കാറ്റും കൂടെ ചോട്ടിരുന്നോളി. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ മേലെ പോയി സമാധാനം കടന്നപ്പുണ്ട്. ഹലോ, ജസ്റ്റ് ഫോർ യു ഒരു കൊറിയർ ഉണ്ട്. ഓ ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ, ഇപ്പൊ വരാലോ. കൊറിയറുകൾ എന്നും നമുക്കൊരു വീക്ക്നെസ് ആണ്. ഏതായാലും പോകില്ല, അപ്പൊ അഫ്താബിനെയും കൂട്ടി കൊറിയർ ഓഫീസിൽ എത്തി സാധനം കിട്ടി. എന്നത്തിമാര് സാധനം കുലുക്കി വെക്കി എന്നിട്ട് പൊളിച്ചു നോക്കുമ്പോണ്ടല്ലോ എന്റെ മോനെ. റഷാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്, വെറും ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട് അല്ല, കുട്ടി പല്ല് ഡോക്ടറാണ്. ഓളിക്ക് അടുത്ത മാസത്തെ ബർത്ത്ഡേക്ക് ഇപ്പൊ തന്നെ ഗിഫ്റ്റ് അയച്ചിടാ. എന്തോ രസമുള്ള ഗിഫ്റ്റ്, നല്ല കിടിലം പെർഫ്യൂം, എന്താ രസമുള്ള മണം. ഓ ബൈ ദ ബൈ, ശരിക്കും ഏപ്രിൽ 13-നാണ് എന്റെ ബർത്ത്ഡേ. ഇപ്പൊ തന്നെ ഗിഫ്റ്റുകൾ സ്വീകരിച്ചു തുടങ്ങുന്നതാണ്. അപ്പൊ ഏപ്രിൽ 13 ഇതൊക്കെ കഴിഞ്ഞ് നമുക്കൊന്നൊരു നോമ്പ് തോറുണ്ട്. വെറും നോമ്പ് തോറല്ല, ഹൗസ് വാമിംഗ് പ്ലസ് നോമ്പ് തുറ. നമ്മളവിടെ എത്തിയപ്പോ തന്നെ ചെറിയ മക്കളെ നമ്മളെ ഫോളോവേഴ്സിനൊക്കെ കണ്ട് നമ്മളെത്തിയത് അപ്പൊ തന്നെ ബിരിയാണി ചെമ്പും എത്തി. അഫ്താബും ടീമും ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ചെമ്പും ഞാനും അസിമും ഏറ്റവും വെയിറ്റ് കൂടി ചെമ്പും എടുത്ത്. എന്താ ചെയ്യാ, കഷ്ടപ്പാട് നോക്കണേ. സംഗതി വേറെ കുടിക്കല്, നമ്മളെ മാനേജർ കസിന്റെ കുടിക്കല്. നമുക്ക് ആർക്കും ഇപ്പത്തെ ചോറിട്ടിയാ പോരെ. ഏതായാലും വന്നാലും കറിപ്പാത്രങ്ങൾ കൊണ്ടുവച്ചില്ല മോശമല്ലേ. സെൽ ബാറ്ററി താരജാട മാറ്റിച്ച് ഒരു കറിപ്പാത്രമൊക്കെ കൊണ്ടുവച്ച് ബാങ്ക് കൊടുക്കാൻ 5 ഇഞ്ച് ഉണ്ടെങ്കിൽ ഞങ്ങളെ കാര്യം തന്നെ പോയി ഇരുന്ന്. എന്താ ചെയ്യാ, വിശന്നിരിക്കാൻ വെച്ചാ ബാങ്ക് കൊടുത്ത് നോമ്പറന്ന് സമൂസ പിന്നെ കൊച്ചൊക്കെ തിന്ന് നല്ല കിടിലൻ ലഗോൺ ബിരിയാണി. മോനെ എന്താ രസം ലഗോൺ ബിരിയാണി. ഈ മീൻ സോപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, പണ്ടത്തെ കല്യാണത്തിലൊക്കെ ആനിവേഴ്സറി വരുന്നതിന് മുന്നേ തന്നെ ഈ മീൻ സോപ്പിന് താരം. ബൈ ദ വേ, കാണിച്ചാന്ന് പറയുന്നത് ഇതാണ് കുടിയിരുന്ന വീട്. മാഷാ അല്ലാഹ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എന്താ ചെയ്യാ, എല്ലാവരും ദുആ ചെയ്യാ, ഫോളോ ചെയ്യാ.